ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും AJ's ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. മനു ഇപ്പോൾ ബാലചന്ദ്രനെയും അലീനയൊക്കെ പോയി റിസോർട്ടിൽ പോയി കണ്ടിട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ രാജീവനും കമലയും കൂടി ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കമല ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, ആ അലീനയെ തിരിച്ച് വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് വരികയായിരുന്നെങ്കിൽ പോട്ടെ എന്ന് വെക്കായിരുന്നു. അതിനെയും കൊണ്ട് ഒരു റിസോർട്ടിൽ പോയി താമസിക്കുന്നതിന് എന്താ പറയേണ്ടത്? ഇത് കേട്ടിപ്പോൾ മനു പറയുന്നുണ്ട്, കൊള്ളാമേ, ഒരു കാര്യം ചെയ്യ്, കുറച്ച് പെട്രോൾ എടുത്തുകൊണ്ട് വന്ന് ആ വീട്ടിലോട്ട് കയറി ചെല്ല്. എന്നിട്ട് ആ വഴക്കുണ്ടാക്കുന്ന സമയത്ത് അവിടെ വെച്ച് അതങ്ങ് ഒഴിച്ച് കത്തിക്ക്, അതാ നല്ലത് എന്നൊക്കെ മനു പറയുമ്പോൾ കമല ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ എൻ്റെ തലയിൽ കയറാൻ വരുന്നേ, ഞാനെന്താ ചെയ്തത് എന്നൊക്കെ പറയുമ്പോൾ മനു പറയുന്നുണ്ട്, എനിക്ക് അമ്മയ്ക്കും ഇതിനകത്ത് വ്യക്തമായ പങ്കുണ്ട്. അവിടുന്ന് വൈജയന്തി ആൻറ്റി ഓരോന്ന് വിളിച്ച് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ഒന്ന് തണുപ്പിക്കേണ്ടതിന് പകരം എരിവ് കയറ്റിക്കൊടുത്തത് അമ്മയാണ് എന്നൊക്കെ മനു പറയുന്നു. അപ്പോൾ ഉടനെ ഇത് കേട്ട് കമല പറയുന്നുണ്ട്, അവളുടെ ഭാഗത്താ ശരിയെന്ന് മനസ്സിലാക്കി അവളുടെ കൂടെ നിന്നു, അത്ര മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ മനു പറയുന്നു, അങ്ങനെ വൈജയന്തിയുടെ മനസ്സിലേക്ക് വിഷം കുത്തി വെക്കലായിരുന്നു അമ്മയുടെ യഥാർത്ഥ ജോലി എന്ന് ചോദിക്കുന്നു. ഇത് കേട്ട് ഇപ്പോൾ വളരെ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, നിന്നോട് തർക്കിക്കാൻ ഇനി എന്നെക്കൊണ്ട് സൗകര്യമില്ല എന്ന് പറഞ്ഞ് കമല ഇപ്പോൾ അവിടെ നിന്ന് പോകുന്നു. മനു എന്നിട്ട് ഇപ്പോൾ രാജീവനോട് പറയുന്നുണ്ട്, അതെ, ഞാൻ കൊച്ചച്ഛനോടൊരു കാര്യം പറഞ്ഞേക്കാം. കൊച്ചച്ഛൻ ഇവിടുന്ന് ആ റിസോർട്ടിലേക്ക് പോകാൻ എന്തെങ്കിലും ഭാവം ഉണ്ടെങ്കിൽ അതങ്ങ് വേണ്ടെന്ന് വെച്ചാൽ മതി. അവിടെ പോയി എന്തെങ്കിലും ബഹളം വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യും. പോലീസുകാർ വന്ന് കൊച്ചച്ഛനെ പിടിച്ചോണ്ട് പോകും. പിന്നെ എന്താ നടക്കുന്നതെന്ന് അറിയാമല്ലോ. അല്ലെങ്കിൽ തന്നെ കൊച്ചച്ഛൻ്റെ പേരിൽ കേസ് കൊടുക്കാൻ ഇരുന്നതാണ്. കൊച്ചച്ഛൻ അവരുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി അങ്കിളിനെ നോക്കാൻ വേണ്ടി നിർത്തിയിരുന്ന ഹോം നേഴ്സിനെ ഉപദ്രവിച്ചു. അവരെ വലിച്ചിഴച്ച് പുറത്തേക്ക് കൊണ്ട് തള്ളി മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചു. അങ്ങനെ അങ്കിള് കേസ് കൊടുക്കാനാണ് തീരുമാനിച്ചിരുന്നത്. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ അവസ്ഥയെന്ന് കൊച്ചച്ഛന് അറിയാമല്ലോ. കുറഞ്ഞത് ഒരു 6 വർഷമെങ്കിലും അകത്ത് കിടക്കേണ്ടി വരും. അങ്ങനെ സിംഗപ്പൂരിലേക്കുള്ള പോക്കും അങ്ങ് ക്യാൻസലാകും എന്നൊക്കെ മനു ഇങ്ങനെ പറയുന്നത് കേട്ട് ഒന്ന് പേടിച്ച് നിൽക്കുകയാണ് രാജീവ്. എന്നിട്ട് രാജീവ് പറയുന്നുണ്ട്, അതിന് ഞാൻ അവളുടെ ദേഹത്തൊന്നും തൊട്ടില്ലല്ലോ, പിന്നെന്താ? ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ മനു പറയുന്നുണ്ട്, അങ്ങനെ തൊട്ടില്ല എന്ന് അറിയാവുന്നത് കൊണ്ട് മാത്രമാണ് ഇവിടെ അങ്കിള് കുറച്ചൊന്ന് ക്ഷമിച്ചത്. അങ്ങനെങ്ങാനും സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ കൊച്ചച്ഛൻ ഇപ്പോൾ അകത്ത് കിടന്നേനെ. അതുകൊണ്ട് ആ വഴിക്ക് ചിന്തിക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ അങ്കിളിന് ഇതിനകത്ത് ഇടപെടേണ്ട കാര്യമൊന്നുമില്ല. അലീനയുടെ ഒരൊറ്റ മൊഴി മതി കൊച്ചച്ഛനകത്ത് കിടക്കാൻ. അതിന് ദൃക്സാക്ഷികളും കാണും, അവർ മൊഴി കൊടുക്കുകയും ചെയ്യും. അത് മറക്കണ്ട. അതുകൊണ്ട് ഞാൻ നല്ലൊരു ഉപദേശം തരാം, ഇനി കൊച്ചച്ഛൻ ഇതിനകത്ത് ഇടപെടാൻ പോകരുത്. പറ്റുമെങ്കിൽ എത്രയും പെട്ടെന്ന് സിംഗപ്പൂരിലേക്ക് തിരിച്ചു പോകുന്നതാണ് നല്ലത് എന്നൊക്കെ ഇപ്പോൾ മനു ഇങ്ങനെ പറയുകയാണ്. ഇത് കേട്ട് രാജീവൻ ചോദിക്കുന്നുണ്ട്, അതെങ്ങനെയാണ് തിരിച്ചു പോകുന്നത്? എൻ്റെ പെങ്ങളെ ഇങ്ങനെ ഒരു അവസ്ഥയിലാക്കിയിട്ട് പോകാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല. അപ്പോൾ ഉടനെ മനു പറയുകയാണ്, എങ്കിൽ കൊച്ചച്ഛനും പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ചെയ്തു. ഒരു കാര്യം കൂടെ മനസ്സിലാക്കിക്കോ, ഇതിനകത്ത് അലീനയല്ല പ്രശ്നം. ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് അങ്കിളും ആൻറ്റിയും തമ്മിലുള്ള മാരത്തോൺ ഗുസ്തിയാണ്. അത് എന്ന് തീരുന്നോ അന്ന് ആ പ്രശ്നങ്ങളും തീരും. അതുകൊണ്ട് ഇനി കൊച്ചച്ഛന് ഇഷ്ടമുള്ളതുപോലെ ചെയ്തോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ മനുവിൻ്റെ റൂമിലേക്ക് പോയിരിക്കുകയാണ്. അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് രാജീവ്. അങ്ങനെ ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ കമല വൈജയന്തി വിളിച്ച് അറിയിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ ആകെ വിഷമിച്ച് മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നിരിക്കുകയാണ് വൈജയന്തി. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം മുത്തശ്ശി കേട്ടതിന് ശേഷം പറയുന്നുണ്ട്, ഈശ്വര, ഇതെന്തിൻ്റെ കേടാ അവന്? അവൻ ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അവളുടെ പുറകെ പോയി അവളെ കൂട്ടിക്കൊണ്ട് വരണ്ട എന്തെങ്കിലും കാര്യം ഉണ്ടായിരുന്നോ? അങ്ങനെ കൂട്ടിക്കൊണ്ട് വന്നാൽ തന്നെ ഇങ്ങോട്ടേക്ക് വന്നാൽ പോരായിരുന്നോ? അവൻ എന്തിനാ അങ്ങനെ ഒരു റിസോർട്ടിലേക്ക് പോയത്? ഇതിപ്പം നാട്ടുകാരറിഞ്ഞ ആകെ നാണക്കേടാകില്ലേ എന്നൊക്കെ ഇപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്. അപ്പോൾ ഉടനെ വൈജയൻ പറയുന്നുണ്ട്, അത് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇതിപ്പോൾ കമലയിടത്തി പറയുക, ഇതിപ്പോൾ അവർക്കൂടെ നാണക്കേടായെന്ന്. ഇവിടെ ആയിരുന്നപ്പം നമ്മൾ അനുഭവിച്ചാൽ മതിയായിരുന്നു. ഇതിപ്പം നാട്ടുകാരുടെ മുമ്പിൽ നമ്മൾ എന്ത് ചെയ്യും? ബാലേന്ദ്രൻ അവളെയും കൊണ്ട് ആ റിസോർട്ടിലങ്ങ് കഴിഞ്ഞാൽ മതിയോ? ഇവിടെ ആണെങ്കിൽ 3 കടകൾ അനാഥമായിട്ട് കിടക്കുകയാണ്. ആര് നോക്കൂ അത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, കട നോക്കാൻ ഗോവർദ്ധനില്ലേ, അവൻ നോക്കില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ 3 കടകളൊന്നും നോക്കാനുള്ള കഴിവൊന്നും അവനില്ല. അവനാണെങ്കിൽ ഒരു അയ്യോപാവമാണ്. ഇനിയിപ്പം സ്റ്റാഫെല്ലാം കൂടി അതിനകത്ത് കൈയിട്ട് വാരും. ആ അവസ്ഥയാണ് വരാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ വൈജയന്തി പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി വീണ്ടും ചോദിക്കുന്നുണ്ട്, നീ ഒരു കാര്യം ചെയ്യേ, നീ ഇത് രാജീവിനോട് വിളിച്ച് പറ, എന്നിട്ടൊരു പരിഹാരം കാണാൻ പറ. ഉടനെ വൈജയന്തി പറയുന്നുണ്ട്, ഞാൻ അതിനു വേണ്ടി തന്നെയാണ് പോകുന്നത് എന്ന്. അങ്ങനെ ആകെ വിഷമത്തിലാണ് ഇപ്പോൾ വൈജയന്തി. അങ്ങനെ വൈജയന്തി പോകാൻ തുടങ്ങുമ്പോൾ മുത്തശ്ശി വീണ്ടും പറയുന്നുണ്ട്, നീ അവനെ വിളിച്ചിട്ട് പറയണം അവളെ അവിടെ പോയി കാണണമെന്ന്. എന്നിട്ട് ബാലേന്ദ്രനെയും അലീനയും കൂട്ടി ഇങ്ങോട്ട് വരാൻ പറ എന്നൊക്കെ ഇപ്പോൾ മുത്തശ്ശി പറയുന്നത് കേട്ട് വൈജയന്തി ആകെ ദേഷ്യപ്പെടുകയാണ്.
പിന്നെ അവളെയും കൊണ്ട് ഇങ്ങോട്ട് വരാനോ? ഇങ്ങോട്ട് വരണ്ട, ഞാൻ കാണിച്ചു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിപ്പോൾ ദേഷ്യപ്പെട്ട് പുറത്തേക്ക് പോവുകയാണ് വൈജയന്തി. വൈജയന്തി പോയപ്പോൾ ഇങ്ങനെ മുത്തശ്ശി ഇരുന്ന് പറയുന്നുണ്ട്, ഓ ഇതൊരു നടക്കി പോകുമെന്ന് തോന്നുന്നില്ല, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ച് ടെൻഷനോടെ ഇരിക്കുകയാണ് മുത്തശ്ശി. ശേഷം ഇപ്പോൾ കാണിക്കുന്നത് രാജീവനും ഹരിയും കൂടി ഇങ്ങനെ ഇരുന്ന് ഓരോ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ്, ഇതിനെന്താ ഒരു പരിഹാരം കാണാൻ പറ്റുന്നതെന്ന്. എന്നാൽ മനു ആകട്ടെ ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. മനു ജോലിക്ക് പോകാൻ വേണ്ടി എറണാകുളത്തേക്ക് ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. ഇത് കണ്ടിപ്പോൾ രാജീവൻ മനുവിനോട് ചോദിക്കുന്നുണ്ട്, നീ എവിടെ പോകുവാന്ന്. ഉടനെ മനു പറയുന്നു, ഞാൻ എറണാകുളത്ത് പോവാ, ഒരാഴ്ച കഴിഞ്ഞ് വരാം എന്ന് പറയുമ്പോൾ, നീ എന്ത് പരിപാടി കാണിക്കുന്നത്? ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഞാൻ അവിടുന്ന് സിംഗപ്പൂരിൽ നിന്ന് ലീവ് എടുത്ത് ഇവിടെ വന്നപ്പോൾ ഇവിടെയുള്ള നീ എറണാകുളത്തേക്ക് പോയി ഓടി ഒളിക്കുകയാണോ ചെയ്യുന്നത്? ഇതിനൊരു പരിഹാരം കാണണ്ടേ? അതുകൊണ്ട് നീ പോകണ്ട എന്നൊക്കെ രാജീവൻ ഇങ്ങനെ പറയുമ്പോൾ മനു ചോദിക്കുന്നുണ്ട്, അതെ കൊച്ചച്ഛൻ വന്ന സമയത്ത് എന്നോട് എന്താ പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ? എന്നോട് പറഞ്ഞത്, മനു നീ ഇതിനകത്ത് ഒന്നും ഇടപെടണ്ട, ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം എന്നാണ് എന്നോട് പറഞ്ഞത് എന്നൊക്കെ മനു പറയുമ്പോൾ രാജീവൻ പറയുന്നുണ്ട്, എടാ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തില്ലേ? അവളെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വരണം എന്നതായിരുന്നു വൈജയന്തിയുടെ ആവശ്യം. അത് ഞാൻ ചെയ്തു, അതാ വഴിക്കങ്ങ് നടന്നേനെ. ബാലേന്ദ്രൻ എന്തിനാ അവളുടെ പുറകെ പോയി അവളെ കൂട്ടിക്കൊണ്ട് വരാൻ തുടങ്ങിയത്? അതുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങൾ ഇപ്പോൾ വീണ്ടും വലുതായത്. അതിൻ്റെ വല്ല ആവശ്യം അയാൾക്കുണ്ടായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ രാജീവ് ചോദിക്കുന്നുണ്ട്. ഉടനെ മനു പറയുന്നുണ്ട്, ഞാൻ കൊച്ചച്ഛനോട് നേരത്തെ ഒരു കാര്യം പറഞ്ഞതാണ്, ഇതിനകത്ത് അലീനയല്ല പ്രശ്നക്കാരി, ഇവിടെ പ്രശ്നമുണ്ടാക്കുന്നത് അങ്കിളും ആൻറ്റിയും കൂടെയാണ്. അവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈഗോയും മാരത്തോൺ ഗുസ്തിയുമാണ് കാരണം. അത് എന്ന് അവസാനിക്കുന്നോ അന്ന് ഈ പ്രശ്നങ്ങളെല്ലാം തീരും. അതുകൊണ്ട് കൊച്ചച്ഛൻ ഇതിനകത്തിനി പോയിട്ട് ഇടപെടാൻ നിൽക്കണ്ട, എത്രയും പെട്ടെന്ന് സിംഗപ്പൂരിന് തിരിച്ചു പൊക്കോ. അതോടെ ആൻറ്റിക്ക് ഒരു സപ്പോർട്ട് ഇല്ലാതാകും, അതോടുകൂടി പയ്യെ പയ്യെ ഇതങ്ങ് ഒതുങ്ങിക്കോളും എന്നൊക്കെ മനു ഇപ്പോൾ രാജീവനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോഴും രാജീവൻ ചോദിക്കുന്നത്, എടാ എൻ്റെ പെങ്ങളെ ഇങ്ങനെ വിട്ടിട്ട് ഞാൻ എങ്ങനെ പോകും? ഇതിനൊരു പരിഹാരം കാണട്ടെ, അല്ലാതെ എന്താ ചെയ്യുന്നേ എന്നൊക്കെ ചോദിക്കുമ്പോൾ മനു ഒന്നും തന്നെ മിണ്ടുന്നില്ല. എന്നിട്ട് അവിടെ നിന്ന് ബാഗ് എടുത്തിട്ട് പിന്നെ പറയുന്നുണ്ട്, ആ എന്തായാലും ഇതിനൊരു പരിഹാരം കണ്ടിട്ടല്ലേ കൊച്ചച്ഛൻ പോകത്തുള്ളൂ, അപ്പോൾ ഞാൻ ഒരാഴ്ച കഴിഞ്ഞു വരും, അന്നേരം കാണാം കേട്ടോ എന്ന് പറഞ്ഞിട്ട് മനു അവിടെ നിന്ന് പോകുന്നു. മനു പോയി കഴിയുമ്പോൾ രാജീവൻ ഹരിയോട് ചോദിക്കുന്നുണ്ട്, എന്താണ് അവൻ അങ്ങനെ പറഞ്ഞിട്ട് പോയത് എന്ന്. അപ്പോൾ ഹരി പറയുന്നുണ്ട്, അല്ല ഈ പ്രശ്നം ഉടനെ ഒന്നും കഴിയത്തില്ലല്ലോ, ഒരാഴ്ച കഴിഞ്ഞ് കാണാം എന്നായിരിക്കും ഉദ്ദേശിച്ചത്. അപ്പോൾ രാജീവ് പറയുന്നുണ്ട്, അങ്ങനെ ആയാൽ എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ലല്ലോടാ, എൻ്റെ ലീവ് തീർന്നു, ഇനി എനിക്ക് ലീവൊന്നും എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കില്ല. ഇത് പരിഹരിക്കാൻ നിൻ്റെ മനസ്സിൽ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ഹരിയോട് ചോദിക്കുന്നുണ്ട് രാജീവൻ. അതെ, നമുക്കൊരു കാര്യം ചെയ്യാം, അലീനയെ തട്ടിക്കൊണ്ടുപോകാം, എന്നിട്ട് ആളൊഴിഞ്ഞ ഒരു ഫാം ഹൗസിൽ കൊണ്ട് ഇടാം എന്നൊക്കെ ഹരി പറയുമ്പോൾ രാജീവൻ ചോദിക്കുന്നുണ്ട്, അല്ല അവളെ അവിടെ കൊണ്ടിട്ട് എന്ത് ചെയ്യാനാണെന്ന്. ഉടനെ ഹരി പറയുന്നുണ്ട്, അവൾ അവിടുന്ന് രക്ഷപ്പെടാതെ ഞാൻ നോക്കിക്കോളാം, അന്നേരം പ്രശ്നത്തിനൊരു പരിഹാരം കാണില്ലേ എന്നൊക്കെ ഹരി ചോദിക്കുന്നു. ഉടനെ രാജീവൻ പറയുന്നുണ്ട്, അതൊന്നും നടക്കില്ല, നീ വേറെ എന്തെങ്കിലും മാർഗം പറ എന്ന് രാജീവ് പറയുന്നുണ്ട്. അപ്പോൾ ഹരി പറയുന്നു, നമുക്ക് ആളെ കൊണ്ട് കൂട്ടിപ്പോയി അങ്കിളിൻ്റെ കാല് തല്ലി ഒടിക്കാം, പിന്നെ തളർന്ന് കിടക്കത്തല്ലേ ഉള്ളൂ, അപ്പോൾ പ്രശ്നം പരിഹരിക്കപ്പെടുമല്ലോ, പിന്നെ അലീനയുടെ പുറകെ പോകില്ലല്ലോ എന്നൊക്കെ ഹരി പറയുന്നു. വീണ്ടും രാജീവൻ പറയുന്നുണ്ട്, എടാ ഇതൊന്നും നടക്കുന്ന കാര്യമല്ല, നീ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ, ഇനിയിപ്പോൾ നമ്മൾ ചെയ്ത നമ്മുടെ ആ ഐഡിയ പാളിപ്പോയോ എന്നൊക്കെ രാജീവ് ചോദിക്കുന്നു. പാളിപ്പോയെങ്കിലും പാളിപ്പോയി എന്ന് പറയാനായിട്ട് ഹരിക്കൊരു മടിയുണ്ട്. എന്നാലും ഹരി പറയുന്നു, പാളിപ്പോയിട്ടൊന്നുമില്ല, പക്ഷേ നമുക്ക് വിജയിപ്പിക്കാൻ സാധിച്ചില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഹരി. രാജീവൻ ഇങ്ങനെ ആകെ ടെൻഷനായി നിൽക്കുന്നുണ്ട്. ശേഷം ഇപ്പോൾ മനുവിനെയാണ് കാണിക്കുന്നത്. മനു ഇപ്പോൾ എറണാകുളത്തേക്ക് കാറിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഇപ്പോൾ രേവതിക്കുട്ടി വിളിക്കുന്നത്. എന്തിനാ വിളിച്ചത്? എനിക്ക് ആകെ ടെൻഷനാകുക, എൻ്റെ അലീന ചേച്ചിക്ക് എന്താ സംഭവിച്ചത് എന്നൊക്കെ രേവതിക്കുട്ടി ഇപ്പം മനുവിനോട് ചോദിക്കുന്നുണ്ട്. ഉടനെ ഇപ്പം മനു പറയുന്നുണ്ട്, ഞാൻ പറയുന്നത് മോള് സമാധാനത്തോടെ കേൾക്കണം. അലീനെ ആ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടി ബലമായിട്ട് പിടിച്ചിറക്കി വിട്ടു. പക്ഷേ ഇപ്പോൾ അലീനയുടെ കാര്യം ഓർത്ത് മോള് പേടിക്കുമൊന്നും വേണ്ട, അലീന അങ്കിളുടെ കൂടെ തന്നെയുണ്ട് എന്നൊക്കെ ഇങ്ങനെ മനു പറയുന്നു. ഇത് കേട്ട് രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, എന്തിനാ അവരെല്ലാവരും കൂടെ അങ്ങനെ ചെയ്തത്? എൻ്റെ അലീന ചേച്ചിയെ എനിക്ക് നന്നായിട്ടറിയാം. അലീന ചേച്ചി ആ വീട്ടിലുള്ള എല്ലാവർക്കും നന്മ വരണമെന്ന് മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ, ആ രീതിയിൽ മാത്രമേ ചേച്ചി പെരുമാറിയിട്ടുള്ളൂ എന്നൊക്കെ രേവതിക്കുട്ടി പറയുന്നത് കേട്ടിട്ട് മനു ഇപ്പോൾ പറയുന്നുണ്ട്, അതെനിക്കും അറിയാം, അങ്കിളിനും അലീനയെ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്, ബാക്കി ചുറ്റും നിൽക്കുന്നവരുടെ ബുദ്ധിയൊക്കെ കെട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതുകൊണ്ട് മോള് ടെൻഷൻ ആകണ്ട എന്ന് മനു പറയുന്നു. എന്നാൽ രേവതിക്കുട്ടി വളരെയധികം ടെൻഷനിലാണ്. അങ്ങനെ ഓരോരോ വിഷമങ്ങൾ ഇങ്ങനെ രേവതിക്കുട്ടി പറയുമ്പോൾ മനു പറയുന്നുണ്ട്, ഞാൻ പറയുന്നത് രേവതിക്കുട്ടി വ്യക്തമായിട്ട് കേൾക്കണം, ഇപ്പോൾ അലീന അങ്കിളിൻ്റെ കൂടെയാണുള്ളത്,
ഒരു മകൾ അച്ഛൻ്റെ കൂടെ എത്രത്തോളം സുരക്ഷിതയാണോ അത്രത്തോളം സുരക്ഷിതത്വത്തിൽ തന്നെയാണ് അലീന നിലവിലുള്ളത്. അതുകൊണ്ട് മോള് ടെൻഷനാകുമൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ആശ്വസിപ്പിച്ച് ഫോൺ വെപ്പിക്കുകയാണ് മനു. ശേഷം ഇപ്പോൾ വൈജയന്തിയാണ് കാണിക്കുന്നത്. ഇപ്പോൾ രാജീവ് വൈജയന്തിയെ കാണാൻ എത്തിയിരിക്കുകയാണ്. രാജീവിനെ കണ്ട ഉടനെ തന്നെ വൈജയന്തി ചോദിക്കുന്നുണ്ട്, നീ എവിടെയെങ്കിലും പോവുകയാണോ, ഏട്ടൻ തിരിച്ചു പോവാണോ എന്നൊക്കെ ഇങ്ങനെ വൈജയന്തി ചോദിക്കുമ്പോൾ രാജീവൻ പറയുന്നുണ്ട്, ഞാൻ സിംഗപ്പൂരിലേക്ക് പോവുകയാണെന്ന്. ഇത് കേട്ട് വൈജയന്തി ചോദിക്കുന്നുണ്ട്, ഈ നടുക്കടലിൽ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോവുകയാണോ, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ വൈജയന്തി ചോദിക്കുമ്പം ഇങ്ങനെ രാജീവൻ പറയുകയാണ്, ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത്, എൻ്റെ ലീവ് ഇനി എനിക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കില്ല, തിരിച്ചു പോകേണ്ട സമയം കഴിഞ്ഞു. ബാലേന്ദ്രൻ എന്ന് വരുമെന്ന് കരുതിയാ ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്നത്. അവിടെ ആ റിസോർട്ടിലേക്ക് ചെന്ന് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ കേസ് കൊടുക്കും, പിന്നെ എൻ്റെ പോക്കും നടക്കില്ല. അതുകൊണ്ട് എനിക്ക് തിരിച്ചു പോയേ പറ്റൂ എന്നൊക്കെ പറയുമ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട്, ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന്. അവർ തിരിച്ചു വരുമ്പം എന്താ ഞാനൊന്നും മിണ്ടാതെ ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇപ്പോൾ രാജീവൻ പറയുന്നുണ്ട്, നീ അങ്ങനൊന്നും ചെയ്യണ്ട, അന്നേരം നിൻ്റെ ബുദ്ധിയിൽ എന്താണോ തോന്നുന്നത് അതനുസരിച്ച് ചെയ്തോണം എന്ന് രാജീവ് പറയുന്നു. ഇതൊക്കെ കേട്ടിപ്പോൾ ആകെ വിഷമിച്ചിപ്പോൾ സങ്കടത്തിലായിരിക്കുകയാണ് വൈജയന്തി. എന്നിട്ട് വിഷമത്തോടെ ഇങ്ങനെ പറയുന്നുണ്ട്, രാജീവേട്ടൻ വന്നാലെങ്കിലും ഇതിനൊരു പരിഹാരം കാണുമെന്നാണ് ഞാൻ കരുതിയത്. ഇതിപ്പോൾ ഒരിടത്തും എത്തിയിട്ടില്ല, ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നേ എന്നൊക്കെ ഇങ്ങനെ വൈജയന്തി ചോദിക്കുന്നു. ഉടനെ രാജീവൻ പറയുന്നുണ്ട്, അവളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാമെന്നാണ് ഞാൻ പറഞ്ഞത്, അത് ഞാൻ ചെയ്തു. പക്ഷേ അയാൾ അവളെ സംരക്ഷിക്കാൻ വേണ്ടി പുറകെ പോകുമെന്ന് ഞാൻ അറിഞ്ഞോ, അതുകൊണ്ട് ഇനി നിനക്കെന്താണോ ഈ ഒരു കാര്യത്തിൽ ചെയ്യാൻ തോന്നുന്നത് ആ രീതിയിൽ നീ അങ്ങ് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ വൈജയന്തി വളരെ വിഷമത്തോടെ പറയുന്നുണ്ട്, എന്നാലും നിങ്ങളിങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല എന്നൊക്കെ പറയുമ്പം ഇങ്ങനെ രാജീവൻ പറയുന്നുണ്ട്, ഞാൻ ഇവിടുന്ന് പോയാലും നിൻ്റെ ഈ പ്രശ്നം വിട്ടുകളയത്തൊന്നുമില്ല. ഞാനും ശിവേട്ടനും കൂടെ ആലോചിച്ച് അലീനെ ഇവിടെ നിന്ന് പുറത്താക്കാനുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തിക്കോളാം എന്നൊക്കെ പറയുമ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട്, ഉറപ്പാണോ എന്ന്. അപ്പോൾ രാജീവൻ പറയുന്നുണ്ട്, ഉറപ്പ്. നീ എന്തായാലും സമാധാനമായിട്ടിരിക്കുക, നീ എനിക്ക് കുടിക്കാൻ എന്തെങ്കിലും വെള്ളം എടുക്ക് എന്ന് രാജീവ് പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ വൈജയന്തി രാജീവിനുള്ള വെള്ളം എടുക്കാൻ വേണ്ടി പോകുമ്പോൾ രാജീവൻ ഇപ്പോൾ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അങ്ങനെ ഇപ്പോൾ രാജീവ് കാര്യങ്ങളെല്ലാം മുത്തശ്ശിയോട് സംസാരിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ല, ഏതായാലും ബാലേന്ദ്രൻ വിട്ടുകൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട്. ഉടനെ രാജീവൻ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, അമ്മയുടെ അഭിപ്രായം എന്താ, അവർ തമ്മിൽ വേറെന്തെങ്കിലും ബന്ധമുണ്ടെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, നീ അങ്ങനൊന്നും പറയല്ലേ, അവൾ അങ്ങനത്തെ പെണ്ണൊന്നുമല്ല, ബാലേന്ദ്രനും അങ്ങനത്തെ ഒരാളല്ല എന്നൊക്കെ പറയുമ്പം മുത്തശ്ശി ഇങ്ങനെ പറയുമ്പം രാജീവ് ചോദിക്കുന്നുണ്ട്, പിന്നെന്തിനാ അയാൾ അവളെയും കൂട്ടി ഒരു റിസോർട്ടിലേക്ക് പോയത്, വീട്ടിലെ വേലക്കാരിയെ ഭാര്യ പുറത്താക്കിയതിൻ്റെ പുറകെ പോകാൻ അയാൾക്ക് നാണമില്ലേ ചെറ്റ എന്നൊക്കെ പറയുന്നുണ്ട് രാജീവൻ. അതിനകത്ത് വേറെ രീതിയിലുള്ള ഉദ്ദേശങ്ങളൊന്നും ഇല്ലെങ്കിൽ ഈഗോയാണ് കാര്യം, അങ്ങനെ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കട്ടെ, ഏതെങ്കിലും ഒരെണ്ണം വീഴുമല്ലോ, അന്നേരം നമുക്ക് നോക്കാം എന്നൊക്കെ രാജീവൻ പറയുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എടാ വീഴുന്നത് വൈജിയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും. അപ്പോൾ രാജീവൻ പറയുന്നുണ്ട്, വൈജിയാണെങ്കിലും അന്നേരം നമുക്ക് പരിഹാരം കാണാം. ഉടനെ മുത്തശ്ശി പറയുന്നുണ്ട്, ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം വൈജ 1 ഇഞ്ച് വിട്ടുകൊടുക്കില്ല, അത് തന്നെയാണ് കാര്യം എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയുകയാണ്. അങ്ങനെ അവരോരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ വൈജയന്തി റൂമിലേക്ക് ജ്യൂസുമായിട്ട് വരുന്നുണ്ട്. ബാലേന്ദ്രൻ അവളെയും കൂട്ടി ഇങ്ങോട്ട് വരുന്നതെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം എന്നൊക്കെ വൈജയന്തി ഇപ്പോൾ പറയുന്നു. നീ എന്നാ ചെയ്യും എന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് വൈജയന്തി പറയുന്നുണ്ട്, എന്നാ ചെയ്യാനാ, ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും എന്ന് പറയുന്നു. ഇങ്ങനെ വൈജ പറയുന്നത് കേട്ട് മുത്തശ്ശിയും രാജീവനും ഇപ്പോൾ ഞെട്ടി നിൽക്കുകയാണ്. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.